ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പിൻട്രസ്റ്റ് ഓട്ടോമേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ make.com എന്ന് പറഞ്ഞൊരു ഓട്ടോമേഷൻ വെബ്സൈറ്റ് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണത് ആക്ച്വലി. അപ്പോൾ നമ്മൾ make.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് നടത്താൻ പറ്റുന്നത്. ഇപ്പോൾ സാപ്പിയർ ഉണ്ട്, വേറെ പലതും ഉണ്ട്, പിന്നെ N8N ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് make.com വെച്ചാണ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റുക, കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് make.com ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക ഫസ്റ്റ് തന്നെ. അതിനുശേഷം നമുക്കൊരു പിൻട്രസ്റ്റ് അക്കൗണ്ട് വേണം എന്തായാലും. ഓക്കെ, ഞാൻ ഓൾറെഡി make.com സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഓൾറെഡി ഓട്ടോമേഷൻ. അപ്പോൾ നമ്മളൊന്ന് ഇവിടെ പുതിയതായിട്ടൊരു സിനാറിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഫ്രഷായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ആഡ് ബട്ടൺ എടുക്കുക, എന്നിട്ട് നേരെ പിൻട്രസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാം. പിൻട്രസ്റ്റ് എടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് എ പിൻ അത് ആഡ് ചെയ്യുക. പിൻട്രസ്റ്റ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിമ്പിളാണ് കണക്ട് ചെയ്യാൻ. നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി ഒരു ബ്രൗസർ. അതിനുശേഷം സോഴ്സ് ടൈപ്പ് നമുക്കൊരു ഇമേജ് URL കൊടുക്കാം. ഇമേജാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രീ ഇമേജസിന് വേണ്ടി, നോൺ കോപ്പിറൈറ്റഡ് ഇമേജസിന് വേണ്ടി പിക്സ്ബി ഹൺസ്പ്ലാഷ് യൂസ് ചെയ്യാം നേരെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ ഒരു കോപ്പി ലിങ്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ലിങ്ക് ഇവിടെ ഇമേജ് URL ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ബോർഡ് അതേതെങ്കിലും കൊടുക്കുക, ടൈറ്റിലൊക്കെ ടെസ്റ്റായിട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇന്നിവിടെ എൻ്റെ ലിങ്ക്ഡിനിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു 3 hour ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പിൻട്രസ്റ്റ് കൂടെ. അപ്പോൾ ആ ഒരു പോസ്റ്റ് കിട്ടുന്ന ആൾ എന്താ പറയുക, ഡയറക്റ്റായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ വെബ്സൈറ്റോ എൻ്റെ ലിങ്കിഡ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ എന്താണ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്കോ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പിൻട്രസ്റ്റ് കൂടെ ഇങ്ങനെ ട്രാഫിക്കായിട്ട് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഡോമിനൻറ്റ് കളറിൽ ഇങ്ങനെ എന്തെങ്കിലും ഹെക്സഗൺ ടാഗ് ആഡ് ചെയ്താൽ മതി. ശേഷം ലിങ്കായിട്ട് ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് കൊടുക്കുന്നത്. അവിടെ നേരെ നിങ്ങൾ ലിങ്ക്ഡിനോ ബെഹാൻസിൻ്റെയോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. നേരെ റൺ മൺസ് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് പിൻട്രസ്റ്റിൻ്റെ അടുത്ത് വെച്ച് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ പിൻട്രസ്റ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി ഇന്നലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൺ വൺസ് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, നമുക്ക് വന്നിട്ടുണ്ട് നമ്മളവിടെ ചെയ്തത്. ഓക്കെ, വിസിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ലിങ്ക് ഏതാണ്? ഇതെൻ്റെ പിൻട്രസ്റ്റ്, എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷനാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതായത് ഒരു 3 hour ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വെക്കാം. ഇവിടെ മിനിറ്റ്സിലാണ്, ഇപ്പോൾ ഒരു 180 മിനിറ്റ്സിനാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓട്ടോമേഷൻസ് വേണമെങ്കിൽ, വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു OpenAI വെച്ചിട്ടാണെങ്കിലും ഗൂഗിൾ ഷീറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സേവ് ചെയ്താൽ മതി. ജസ്റ്റ് ഇത് നിങ്ങളുടെ സോഷ്യൽ മീഡിയസൊക്കെ ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ നിന്ന് റൺ മൺസ് കൊടുക്കാം. ഓൾറെഡി ഓട്ടോമാറ്റിക് കൊടുത്തോണ്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ അത് തന്നെ ഓട്ടോമേറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ
നമുക്ക് എന്താ പറയുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, എക്സ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. ഒരു ഗൂഗിൾ ഷീറ്റൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ make.com. ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ് ആക്ച്വലി. ഒരു 1000 പോസ്റ്റ് വരെ നമുക്ക് ഫ്രീ ആണ് അവിടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓട്ടോമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി.